വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും ഹാർദമായും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിശുദ്ധ വർഷം, ജൂബിലി വർഷം അവസാനിച്ചിരിക്കുകയാണ്. 2024 ഡിസംബർ 24 ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗികമായി തുടക്കം കുറിച്ച കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025 വാർഷികമാണ് അതുവഴി അവസാനിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിലധികം കാലം നീണ്ടുനിന്ന ഈ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഈ ജൂബിലി ആഘോഷം, വിശുദ്ധ വർഷ ആഘോഷം നമ്മെ ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അവിടുത്തെ പ്രബോധനങ്ങളിലൂടെ ലോകം മുന്നോട്ട് പോകാനും വേണ്ടുന്ന ചിന്തകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് അവിടെ നൽകിയത്. പ്രത്യാശയിൽ രക്ഷ എന്ന സന്ദേശം ശക്തമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ജൂബിലി വർഷമായിരുന്നു ഇത്. നമുക്കറിയാം, വിവിധ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷങ്ങൾ നടന്നു. ഈ വിശുദ്ധ വർഷത്തിൻ്റെ ഏറെക്കുറെ ആരംഭത്തിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി. പിന്നീട് ആ സ്ഥാനം ഏറ്റെടുത്ത ലയോ 14 മാർപ്പാപ്പ അതിനു മുമ്പേ ഷെഡ്യൂൾ ചെയ്തിരുന്ന പ്രോഗ്രാം എല്ലാം, ജൂബിലികളെല്ലാം, വൈദികരുടെ ജൂബിലി, മെത്രാന്മാരുടെ ജൂബിലി, പൗരസ്ത്യ സഭകളുടെ ജൂബിലി, സ്പോർട്സുകാരുടെ ജൂബിലി, കായിക വിനോദത്തിൻ്റെ ജൂബിലി, സന്യസ്തരുടെ ജൂബിലി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജൂബിലി ആഘോഷങ്ങൾ അതിനെ സംഘടിപ്പിക്കാനും നേതൃത്വം കൊടുക്കാനും അതിൽ സന്ദേശം നൽകാനും ഒക്കെ ഇടയായി. വിശുദ്ധ വർഷത്തിൽ 3,35,00,000 ജനങ്ങളാണ് വിശുദ്ധ വാതിൽ കടന്നത് എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നു. റോമിലെ എല്ലാ പ്രമുഖ ബസിലിക്കകളിലൂടെയും ആളുകൾ കയറി ഇറങ്ങി. ഇന്നും കർത്താവിനെ തേടിയെത്തുന്ന മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് അത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി. സമാപനത്തിൽ മാർപ്പാപ്പ നൽകിയ സന്ദേശം ഞാൻ തുടർന്ന് പിന്നീട് അടുത്ത നാളിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. ഇന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മാർപ്പാപ്പ കായിക വിനോദങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഒരു ജൂബിലി, അതിൻ്റെ ലോകമെമ്പാടും നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും കായിക താരങ്ങളുടെയും ഒരു ജൂബിലി ആഘോഷം വത്തിക്കാനിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ പറഞ്ഞ സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാമല്ലോ, ലോകത്തെ കായിക വിനോദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാധ്യമങ്ങളെല്ലാം എന്തുമാത്രമാണ് കായിക വിനോദങ്ങൾ മനുഷ്യരിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് അല്ലെങ്കിൽ കത്തോലിക്കാ തിരുസഭ ഈ ജൂബിലി വർഷത്തിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ജൂബിലി ആഘോഷം വത്തിക്കാനിൽ വിളിച്ചു കൂട്ടിയത്. അത് വളരെ മനോഹരമാണ്. അതിന് എന്താണ് സഭയുമായി ബന്ധം, അതിന് എന്താണ് ദൈവവുമായുള്ള ബന്ധം എന്ന് ഒക്കെ ഉള്ള ചിന്തകൾ മാർപ്പാപ്പ മനോഹരമായി നൽകിയ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, മനുഷ്യൻ്റെ നല്ലതും മൂല്യവത്തായതുമായ എല്ലാ പ്രവൃത്തികളും ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൻ്റെ അനന്ത സൗന്ദര്യത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകുന്നത്. ദൈവത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് കായിക വിനോദത്തെയും കായിക രംഗത്തെയും നമുക്ക് അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന് വലിയ പ്രസക്തിയുണ്ട്. ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. കായിക വിനോദം തീർച്ചയായും ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് എന്നാണ് മാർപ്പാപ്പയുടെ നിലപാട്. കാരണം ദൈവം നിശ്ചലനും
തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവനുമല്ല. പാപ്പ പറയുകയാണ്. ദൈവത്തെ പറ്റിയുള്ള ചിത്രം ഇങ്ങനെ നിശ്ചലനായി നിൽക്കുന്ന ഒരു സത്തയല്ല ദൈവം, മറിച്ച് മനുഷ്യവർഗത്തിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ തുറക്കപ്പെടുന്ന പ്രവർത്തനവും കൂട്ടായ്മയുമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനിടയിലുള്ള ചലനാത്മക ബന്ധവുമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മൂന്നാളുകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്. അവർ തമ്മിലുള്ള അവരുടെ ഇടയിലുള്ള ഒരു ചലനാത്മക ഡൈനമിക് ബന്ധമുണ്ട്. ആ ബന്ധമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ് ദൈവത്തെക്കുറിച്ച്. അതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പെരികൊറേസിസ് എന്നാണ് അതേപ്പറ്റി, ദൈവത്തിൻ്റെ ആന്തരിക ജീവിതത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവിതം ഒരു തരം സംക്രമിക്കലാണ്, ട്രാൻസ്മിഷനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പരസ്പര സ്നേഹത്തിലുള്ള സംക്രമണമാണ് ദൈവത്തിൻ്റെ ആന്തരിക ജീവിതമെന്ന് പറയുന്നത്. അപ്പം ദൈവത്തെ പറ്റിയുള്ള ഈ ചിന്തയിൽ നിന്നാണ് കായിക വിനോദത്തിന് ഉള്ള അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ദൈവത്തിൻ്റെ ആന്തരിക ജീവിത ചലനാത്മകതയാണ് ജീവന് ജന്മം നൽകുന്നത്. അവിടുന്ന് എല്ലാം സൃഷ്ടിക്കുന്നവനാണല്ലോ. ജന്മം നൽകുന്നതിൻ്റെ കാരണം ഈ ആന്തരിക ചലനാത്മകതയാണ്. നമ്മുടെ ലോകത്തിൽ ആനന്ദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. തൻ്റെ സൃഷ്ടികൾക്ക് അസ്തിത്വം നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് മാർപ്പാപ്പ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദൈവവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മൾ വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിലാണ് 30-31 വാചകം. സന്തോഷിക്കുന്ന ദൈവം, മനുഷ്യനിൽ സന്തോഷിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ നന്മയിൽ സന്തോഷിക്കുന്ന ദൈവം, അവന് ജീവൻ നൽകുന്നതിൽ സന്തോഷിക്കുന്ന ദൈവം, ദൈവത്തെ പറ്റിയാണ് അത് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ത്രിയേക ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് നമ്മെ സഹായിക്കാൻ കായിക വിനോദത്തിന് സാധിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. കാരണം അത് മറ്റുള്ളവരുമായും മറ്റുള്ളവർക്കൊപ്പവും ബന്ധപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കായിക വിനോദത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. മറ്റുള്ളവരുമായും മറ്റുള്ളവർക്കൊപ്പവും ബന്ധപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭാഗ്യമായി മാത്രമല്ല, പുറമേ മാത്രമല്ല, എല്ലാറ്റിനുമുപരി ആന്തരികമായും നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ അത് സഹായിക്കുന്ന കാര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നില്ലെങ്കിൽ കായിക രംഗം ഊതിപ്പെരിപ്പിച്ച അകംഭാവത്തിൻ്റെ പൊള്ളയായ മത്സരമല്ലാതെ മറ്റൊന്നും ആയിരിക്കുകയില്ല എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മറ്റുള്ളവരുമായി യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് വെറും നമ്മുടെ തന്നെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു കാര്യമായി മാത്രം അവശേഷിക്കുമെന്ന് പറയുകയാണ്. മാർപ്പാപ്പ പറയുന്നത് ഇറ്റാലിയൻ കായിക മത്സരങ്ങളിൽ കാണികൾ പലപ്പോഴും കായിക താരങ്ങളെ, അത്ലറ്റുകളെ ദായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് മുന്നേറ്റം, ഫുട്ബോൾ കളിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഭയങ്കര സ്വരത്തിലാണ് ആളുകൾ പറയും, ദായി പോയി ഗോളടിക്കൂ എന്നാണ് അവർ പറയുന്നത്. ദായി എന്ന പ്രയോഗമാണ് അവർ ഉപയോഗിക്കുന്നത്, ആർത്ത് വിളിക്കുന്നതാണത്. എന്നാൽ ഈ ഇറ്റാലിയൻ പദത്തിൻ്റെ അർത്ഥം, ദായി എന്ന പദത്തിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ നൽകുക എന്നാണ്. ദാരെ എന്ന വാക്ക് ടു ഗീവ്, അതിൽ നിന്നാണ് ദായി വരുന്നത്. ദായി നൽകുക, നീ നൽകുക എന്ന് പറഞ്ഞാൽ നീ ഗോളടിക്കുക, നീ നന്നായിട്ട് കളിക്കുക, അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ പദം വഴി അവർ ചെയ്യുന്നത്. എത്ര അസാധാരണമാണെങ്കിലും കായിക വിനോദങ്ങൾ ശാരീരിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ ആരോഗ്യത്തിന് ശാരീരിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കളികൾ, വിനോദങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനും കളിയിലെ ആത്മസമർപ്പണത്തിനും വേണ്ടി കൂടി ഉള്ളതാണ് വിനോദങ്ങൾ എന്ന കാര്യം മറക്കരുത്. അതാണ് ഒരു കൊടുക്കലാണ്, അത് സമർപ്പണമാണത്. അപ്പം കളിക്കുന്നവർ നന്നായിട്ട് സമർപ്പിച്ചാണ് കളിക്കുന്നത്. മുഴുവൻ എനർജിയും മുഴുവൻ ശക്തിയും
മുഴുവൻ ഭാവനയും അതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മളെ തന്നെ മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വ്യക്തിപരമായ പുരോഗതിക്കും കായിക പ്രേമികൾക്കും പ്രിയപ്പെട്ടവർക്കും പരിശീലകർക്കും പൊതുജനങ്ങൾക്കും എതിരാളികൾക്ക് പോലും വേണ്ടി സമർപ്പിക്കുകയാണ്. കളിയുടെ നേട്ടം അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവരിൽ സന്തോഷം ഉണ്ടാക്കാൻ, അവരെ ആനന്ദിപ്പിക്കാൻ അതിടയാക്കുന്നു. ഒരു മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുക എന്നത് എല്ലാവരുടെയും ലക്ഷ്യം ഇതാണ്. കളിയിൽ ഏറ്റവും മികച്ച പ്രകടനം അതിനുവേണ്ടിയാണല്ലോ കായിക താരങ്ങളൊക്കെ, അത്ലറ്റുകളെല്ലാം ശ്രദ്ധിക്കുന്നത് എന്നത് ജയപരാജയങ്ങളെക്കാൾ പ്രധാനമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മുടേത് മെച്ചപ്പെട്ടത് വെളിപ്പെടുത്തുക എന്നതാണ്. ഒരു കായിക താരമായിരുന്ന മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രസംഗം ഇവിടെ ലയോ മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം ഒരു കായിക താരമായിരുന്നു. കൂടുതൽ അതിൽ വിനോദത്തിന് വളരെ പ്രാധാന്യം കൊടുത്തൊരു മാർപ്പാപ്പയാണ്. ചെറുപ്പക്കാരനായിരുന്നപ്പോൾ തന്നെ മാർപ്പാപ്പയായ ആളാണ്. മല കയറുന്നതിനും മറ്റ് കളികൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, കായിക വിനോദം ജീവിതത്തിൻ്റെ ഒരാനന്ദമാണ്, ഒരു മത്സരമാണ്, ഒരു ആഘോഷമാണ്. ഉൽപാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും കഠിന നിയമങ്ങളിൽ നിന്നും ജീവിതത്തോടുള്ള മറ്റ് ഉപയോഗപ്രദവും സുഖലോലുപപരവുമായ സമീപനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത് എന്ന് പറയുകയാണ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, പണം നേടുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അത് ഉപഭോഗം ചെയ്യുക എന്നതിനല്ല, അതിനേക്കാളൊക്കെ വളരെ വലുതാണിത്. സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവിലൂടെയും മറ്റുള്ളവരുമായി സംവാദവും തുറവും വളർത്തിയെടുക്കുന്നതിലൂടെയുമാണ് അത് പരിപോഷിപ്പിക്കപ്പെടുന്നത്. കളിയുടെ യഥാർത്ഥത്തിലുള്ള ആ മാനം നമ്മൾ മറക്കരുത്. അതിതാണ് സൗഹൃദങ്ങൾ സ്ഥാപിക്കുക. കളിക്കാർ തമ്മിൽ, ഒരു ടീമിലുള്ളവരും മറ്റുള്ളവർ തമ്മിലും അതുണ്ടാകണം. സംവാദം, ചർച്ചകൾ, സംഭാഷണങ്ങൾ, ഒരു ഓപ്പൺനെസ്, മറ്റുള്ളവരിലേക്കുള്ള ഒരു തുറവി, ഇതെല്ലാം പ്രധാനമാണ്. ഇതെല്ലാം വളർത്തിയെടുക്കുന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത് എന്ന് സ്പോർട്സിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് മാർപ്പാപ്പ പറയുകയുണ്ടായി. 1984 അത് പറഞ്ഞ പ്രസംഗമാണത്. ഈ കാഴ്ചപ്പാടിൽ ലയോ മാർപ്പാപ്പ തുടരുകയാണ്. കായിക വിനോദത്തെ ഇന്ന് മാനുഷികവും ക്രിസ്തീയവുമായ ഗുണങ്ങൾ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു വിലപ്പെട്ട മാർഗമായി മാറ്റുന്ന 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. കായിക വിനോദത്തെ ഇന്ന് മാനുഷികവും ക്രിസ്തീയവുമായ ഗുണങ്ങൾ പരിശീലിപ്പിക്കാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ ഇവിടെ ഈ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. നമ്മൾ നല്ലതാണ്. എന്തുമാത്രം ഇപ്പോൾ ഈ വേനൽക്കാലമൊക്കെ വരുമ്പോൾ നമുക്കിവിടെ കൂടുതൽ കളികളും വിനോദങ്ങളും ഒക്കെ ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഒന്നാമതായി, ഏകാന്തതയാൽ മുദ്രിതമാക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മൾ എന്നതിൽ നിന്ന് ഞാൻ എന്നതിന് ഊന്നൽ നൽകുന്നതിലേക്ക് തീവ്രമായ വ്യക്തിത്വവാദം മാറിയിരിക്കുന്നു. ഇന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് വ്യക്തിഗതവാദങ്ങൾ. ഞാൻ എൻ്റേത് എന്നതിലേക്ക് തിരിയുന്ന ഒരു കാലത്ത് നമ്മളെന്നായി കാണാൻ കഴിയാതെ പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെ അത് മറ്റുള്ളവരോട് യഥാർത്ഥ താല്പര്യക്കുറവിലേക്കാണ് നയിക്കുന്നത് എന്ന് പാപ്പ പറയുകയാണ്. കായിക വിനോദമാകട്ടെ, പ്രത്യേകിച്ച് ടീം ഇനങ്ങൾ, ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഇനങ്ങൾ, സഹകരണത്തിൻ്റെയും ഒരുമയുടെയും പങ്കിടലിൻ്റെയും മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ വലിയ മൂല്യങ്ങളാണിത്. നമ്മൾ ഓർക്കണം, സഹകരണം, ഒരുമ, പങ്കിടൽ, പങ്കുവയ്ക്കൽ, പങ്കുചേരൽ, ഇവയാണ് ദൈവിക ജീവൻ്റെ കാതലായ ഭാഗം. ദൈവിക ജീവിതം അതുതന്നെയാണ്. സ്നേഹം പങ്കുവയ്ക്കുന്നു, ഒറ്റ കൂട്ടായ്മയായി വർത്തിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാവുന്നതാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഈ ചിന്ത മനസ്സിലാക്കാൻ. അങ്ങനെ ജനങ്ങൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും
സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, കുടുംബങ്ങൾ എന്നിവിടങ്ങളിലും അനുരഞ്ജനത്തിനും കൂടിക്കാഴ്ചയ്ക്കുമുള്ള ഒരു പ്രധാന മാർഗമായി കായിക വിനോദങ്ങൾ മാറാൻ കഴിയും. അപ്പോൾ വേറെ മൂല്യങ്ങളാണ്, മാനുഷിക മൂല്യങ്ങളാണ്, യഥാർത്ഥ മൂല്യങ്ങളാണിത്. ഏതൊക്കെയാണ്? കൂടിക്കാഴ്ചയ്ക്കുള്ള, കണ്ടുമുട്ടലിനുള്ള വേദിയാണത്. അനുരഞ്ജനത്തിനുള്ള വേദിയാണ് കളികൾ. അതാണ് ഒന്നാമത്തെ കാര്യം മാർപ്പാപ്പ പറയുന്നത്. തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഞാൻ എന്നതിലേക്ക് ഭാവത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്കും ഒരുമയിലേക്കും നയിക്കപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഡിജിറ്റൽ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യ ദൂരെയുള്ള ആളുകളെ അടുപ്പിക്കുന്നു. നമ്മൾ ബന്ധപ്പെടുന്ന ദൂരെയുള്ളവരെ, എല്ലാ കാര്യങ്ങളും ദൂരെ നടക്കുന്നു നമ്മൾ അറിയുന്നു. എന്നാൽ പലപ്പോഴും ശാരീരികമായ അടുത്തുള്ളവർ തമ്മിൽ അകലം സൃഷ്ടിക്കുന്നു. അടുത്തുള്ളവരായിട്ട് സംഭാഷണമില്ല, ഒന്നിച്ചിരിക്കുകയാണെങ്കിലും മൊബൈലും വെച്ച് നമ്മൾ ദൂരെയുള്ളവരോടും അകലെയുള്ളവരോടാണ് ബന്ധപ്പെടുന്നത്, അടുത്തുള്ളവരോടല്ല. അത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നത് ഓർക്കണം. കായിക വിനോദം വ്യക്തികളെ ഒന്നിപ്പിക്കുന്നതിനുള്ള വിലപ്പെട്ടതും മൂർത്തവുമായ മാർഗമാണ്, കോൺക്രീറ്റ് ആയിട്ടുള്ള മാർഗമാണ് എന്ന് പാപ്പ നമ്മോട് പറയുകയാണ്. ശരീരത്തെക്കുറിച്ചുള്ള, സ്ഥലകാലത്തെക്കുറിച്ചും പ്രയത്നത്തെക്കുറിച്ചും ആരോഗ്യകരമായ ബോധം അത് നമുക്ക് നൽകുന്നുണ്ട്. അത് വെർച്വൽ ലോകത്തിൽ മറിഞ്ഞിരിക്കാനുള്ള പ്രലോഭനത്തെ ചേർക്കുന്നു. വെർച്വലായിട്ടുള്ളൊരു ലോകമാണല്ലോ മാധ്യമങ്ങൾ, ഇതെല്ലാം പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകം നമുക്ക് നൽകുന്നത്. അവിടെ മറിഞ്ഞിരിക്കാനുള്ള ആ സ്ഥലത്ത് പുറത്തേക്ക് വരാൻ നമ്മളെ സഹായിക്കും. പ്രകൃതിയുമായും യഥാർത്ഥ സ്നേഹം അനുഭവപ്പെടുന്ന ജീവിത യാഥാർത്ഥ്യവുമായും ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ അത് നമ്മളെ സഹായിക്കും. മനുഷ്യബന്ധങ്ങൾ വളർത്തുന്നത് വലിയ പങ്ക് കായിക വിനോദങ്ങൾക്ക്, സ്പോർട്സിന്, ഗെയിംസിനൊക്കെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം തിരുവചനമാണ് ആധാരമായി പരിശുദ്ധ പിതാവ് നമ്മുടെ പരിചിന്തനത്തിന് ഇവിടെ നൽകുന്നത് എന്നതും നമ്മൾ ഓർക്കണം, അത് പഠന വിഷയമാക്കണം. മൂന്നാമതായി മാർപ്പാപ്പ പറയുകയാണ്, ശക്തർക്കും വിജയികൾക്കും മാത്രമേ ജീവിക്കാൻ അർഹതയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന മത്സര സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ, അതാണ് വിജയിക്കുന്നവർ, നേടുന്നവർ, അവർക്ക് മാത്രമാണ് പേര്, സ്ഥാനമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ എങ്ങനെ തോൽക്കണമെന്നും കായിക വിനോദം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കളികളിലും എല്ലാവരും ജയിക്കില്ല, ചിലർ തോറ്റുപോകും, എങ്കിലേ മറ്റവന് ജയിക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷെ അവനെ തോൽപ്പിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, തോൽവി, പരാജയം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാനും അതിൽ നിരാശപ്പെടാതെ തകർന്നു പോകാതിരിക്കാനും നമ്മളെ ഈ കായിക വിനോദങ്ങൾ പഠിപ്പിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. തോൽവിയുടെ കല പഠിക്കണം. തോറ്റതുകൊണ്ടെല്ലാം തീർന്നു എന്ന് വിചാരിക്കുകയല്ല. തോൽക്കാൻ നമുക്ക് അനുവദിക്കണം. തോൽക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുകയല്ല, നമ്മുടെ ബെസ്റ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോഴും പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭഗ്നാശരായി പോകരുത്. നമ്മുടെ മാനുഷികാവസ്ഥയുടെ ഏറ്റവും ആഴമേറിയ സത്യങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കുന്നത് തോൽവിയിലൂടെയാണ് എന്ന കാര്യം മറക്കരുത്. നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ പരിമിതികൾ, നമ്മുടെ അപൂർണതകളെല്ലാം നാം മനസ്സിലാക്കണം. അതുകൂടി ഉള്ളവരാണ് നാം സർവശക്തരല്ല, ആരുമല്ല. ഇത് പ്രധാനമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. കാരണം ഈ പരിമിതികളുടെ അനുഭവത്തിലൂടെയാണ് നാം ഹൃദയങ്ങളെ പ്രത്യാശയിലേക്ക് തുറക്കുന്നത്. ഹൃദയങ്ങളുടെ പരിമിതിയിൽ നിന്നാണ്. ഒരിക്കലും തെറ്റുകൾ വരുത്തിയിട്ടില്ലാത്ത, ഒരിക്കലും തോറ്റിട്ടില്ലാത്ത കായിക താരങ്ങളുണ്ടോ? ഒറ്റാണ് അവർ വിജയത്തിലേക്ക് വരുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ചാമ്പ്യന്മാർ സജീവ യന്ത്രങ്ങളല്ല. യന്ത്രങ്ങൾക്ക് തോൽവി വരുന്നില്ലല്ലോ, യന്ത്രങ്ങളല്ല. വീഴ്ചയിൽ നിന്നും വീണ്ടും എഴുന്നേൽക്കാൻ ധൈര്യം കണ്ടെത്തുന്ന യഥാർത്ഥ രക്തവും മാംസവുമുള്ള സ്ത്രീ പുരുഷന്മാരാണ് കായിക താരങ്ങൾ എന്ന കാര്യം നമ്മളെ അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മാർപ്പാപ്പ ഒരു വലിയ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഈശോയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ കായിക താരം.
ഇത് പറഞ്ഞത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്, ഈശോയാണ് കായിക താരം. അതിൻ്റെ കാരണം എന്താണ് പറയുന്നുണ്ട്, അവിടുന്ന് ഈശോ തൻ്റെ ശക്തി കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ് ലോകത്തെ പരാജയപ്പെടുത്തിയത്. ശക്തി കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ ആ വിശ്വസ്തത, സ്നേഹത്തിൽ വിശ്വസ്തമായി നിന്നുകൊണ്ടാണ് ലോകത്തെ പരാജയപ്പെടുത്തിയത്. ഇത് മാർപ്പാപ്പ വീണ്ടും ഒരവസരത്തിൽ നടത്തിയതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ അതിനു മുമ്പുള്ള ജൂബിലിയിൽ, സ്പോർട്സിൻ്റെ ജൂബിലി ഉണ്ടായിരുന്നു സ്പോർട്സുകാരുടെ, അവിടെ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ലയോ മാർപ്പാപ്പ അതെടുത്ത് ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. വ്യക്തിഗത അച്ചടക്കമായും സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു മാർഗമായും ഇക്കാലത്ത് നിരവധി വിശുദ്ധരുടെ ജീവിതത്തിൽ കായിക രംഗം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം ലയോ മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. അതിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞ, അടുത്ത കാലത്ത് വിശുദ്ധനായി പ്രഖ്യാപിച്ച പിയർ ജോർജിയോ പ്രസാത്തി, വിൻസെൻ്റ് പോൾ സംഘടനയിൽപ്പെട്ട മനുഷ്യനാണ്. 24-ാം വയസ്സിൽ ചെറുപ്പക്കാരൻ മരിച്ചു. അദ്ദേഹത്തെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചിരിക്കുന്നത് കായിക താരങ്ങളുടെ മധ്യസ്ഥനെന്നാണ്, കാവൽ മധ്യസ്ഥനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സെപ്റ്റംബർ 7-നാണ്, കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 7-നാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കാം എന്ന് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധവും തിളക്കമാർന്നതുമായ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും ചാമ്പ്യന്മാരായി ജനിക്കുന്നില്ല എന്നതുപോലെ ആരും വിശുദ്ധരായും ജനിക്കുന്നില്ല എന്നാണത്. സ്നേഹത്തിലൂടെ നടത്തുന്ന അനുദിന പരിശീലനമാണ് നമ്മെ അന്തിമ വിജയത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഓർക്കണം ഈ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്ത്യമായി സ്പോർട്സിനുള്ള പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്ന ഒരു മനോഹരമായ ചിന്തയാണിത്. നമ്മൾ വലിയവരാകുന്നത്, വിജയിക്കുന്നത് ഇങ്ങനെയാണ് സ്നേഹത്തിലൂടെ നടത്തുന്ന അനുദിന പരിശീലനമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതും നമുക്ക് ധ്യാനവിഷയമാക്കാവുന്ന വിശുദ്ധ ഗ്രന്ഥ വചനമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പറ്റിയാണ് അവിടെ പൗലോസ് ലീഗ പറയുന്നത്. പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നതിനുള്ള സംഭാവന നൽകാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ഇത് തന്നെയാണ് എന്ന് പറയുകയാണ്. വീണ്ടും മാർപ്പാപ്പ ഒരു ഉദാഹരണം, 2-ാം ലോകമഹായുദ്ധം അവസാനിച്ച് 20 വർഷങ്ങൾക്ക് ശേഷമാണ് യുദ്ധത്തിൽ തകർന്ന ഒരു സമൂഹത്തിൽ സമാധാനവും പ്രത്യാശയും പുനഃസ്ഥാപിക്കാൻ സ്പോർട്സ് എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ, വിശുദ്ധനാണ്, പറഞ്ഞത്. സ്പോർട്സുകാരോട് പറഞ്ഞൊരു കാര്യമാണ്, സമൂഹത്തിൽ സമാധാനവും പ്രത്യാശയും പുനഃസ്ഥാപിക്കാൻ സ്പോർട്സിന് കഴിയും എന്ന കാര്യം. നിങ്ങളുടെ ശ്രമങ്ങൾ ഒരു പുതിയ സമൂഹത്തിൻ്റെ രൂപീകരണത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അപ്പം സ്പോർട്സ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമുക്ക് ലോകത്ത് ചെയ്യാൻ. ആ ഒരു ബോധ്യത്തോടെ വേണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത്. മികച്ച രീതിയിൽ വിദ്യാഭ്യാസ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കായികം മനുഷ്യൻ്റെ ആത്മീയ ഉന്നമനത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാകുമെന്നും ക്രമീകൃതവും സമാധാനപരവും സൃഷ്ടിപരവുമായ ഒരു സമൂഹത്തിന് പ്രാഥമികവും അനിവാര്യവുമായ ഒരു വ്യവസ്ഥയാണെന്നും നമ്മൾ കാണണം. സ്പോർട്സ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പയുടെ ഈ പ്രസംഗം അത് ഞാൻ വായിച്ചപ്പോൾ എത്രയോ മനോഹരമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്പോർട്സ് എന്തെല്ലാം മൂല്യങ്ങൾ നമ്മളിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മാർപ്പാപ്പ തൻ്റെ പ്രസംഗ ഉപസംഹരിപ്പിൽ പ്രിയ കായിക താരങ്ങളെ, സഭ നിങ്ങളെ മനോഹരമായ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ നന്മയ്ക്കും സഹോദരീ സഹോദരന്മാരുടെ നന്മയ്ക്കും വേണ്ടി ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കണം. അതാണ്, ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കണം. കായിക താരങ്ങൾ, പരിശീലകർ, സംഘടനകൾ എന്നീ നിലകളിൽ നിങ്ങളുടെ കുടുംബത്തിലും ഈ ദൗത്യം ആവേശത്തോടെ നിർവഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ എല്ലാ രംഗങ്ങളിലും, അതാണ് നമ്മുടെ ചുമതല.
കന്യകാമറിയത്തെ എപ്പോഴും ഊർജ്ജസ്വലയായ, ചലനാത്മകയായ, ദൈവത്തിൽ നിന്നുള്ള അടയാളമായി മക്കളെ സഹായിക്കുന്ന സന്നദ്ധതയോടെ ഓടിക്കൊണ്ടിരിക്കുന്നവളായി നിങ്ങൾ മറിയത്തെ കാണണം. മറിയത്തിൻ്റെ പ്രാർത്ഥനയും സഹായവും തേടുകയും ചെയ്യണം എന്നും മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പ സ്പോർട്സിനെ പറ്റി പറഞ്ഞ ഈ ചിന്തകൾ നമുക്ക് പ്രചോദനമാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മളെ എടുത്തു കാട്ടുന്നതാണ്. അതുമാത്രം ക്രിസ്തീയ മാനുഷിക മൂല്യങ്ങളാണ് അത് വളർത്തുന്നത്. ആ തരത്തിൽ സ്പോർട്സിനെ വീക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ഇടയാകട്ടെ.